പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമലയിലെ പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ബെഞ്ച് ഇറക്കിയ 8ാമത്തെ ഇടക്കാല ഉത്തരവാണ് ഒക്ടോബർ 21-ാം തീയതി പുറത്തു വന്നത്. സ്വമേധയാ ദേവസ്വം ബെഞ്ച് എടുത്ത ഈ കേസിലെ ഇടക്കാല ഉത്തരവുകൾ ബെഞ്ച് പുറപ്പെടുവിച്ചു തുടങ്ങിയത് സെപ്റ്റംബർ 10-നായിരുന്നു. അതിൽ 8ാമത്തെ വിധി ഒക്ടോബർ 21-ന്. നമുക്കറിയാം, ഒക്ടോബർ 6-ന് ഇറങ്ങിയ 7ാമത്തെ ഇടക്കാല ഉത്തരവിലാണ് ഈ പെരുങ്കൊള്ള അന്വേഷിക്കുന്നതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ദേവസ്വം ബെഞ്ച് നിയമിച്ചത്. ആ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം എന്നുള്ളത് സംബന്ധിച്ച് ഉൾപ്പെടെ ബെഞ്ച് തീരുമാനിച്ചിരുന്നു. അവർക്ക് സമയപരിധി കൊടുത്തിരുന്നു. അതൊക്കെ ഒക്ടോബർ 6-ന് ഉണ്ടായെങ്കിൽ ആ പരിധിയിലെ ആദ്യത്തെ ഇടക്കാല റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച ഒക്ടോബർ 21-ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച 8ാമത്തെ വിധിന്യായം ഈ ശബരിമലയിലെ പെരുങ്കൊള്ള കണ്ടുപിടിക്കുന്നതിലേക്കുള്ള അതിനിർണായകമായിട്ടുള്ള ഒരു കാൽവെപ്പായിരുന്നു എന്ന് ആദ്യമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒക്ടോബർ 21-ലെ വിധിന്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ പെരുങ്കൊള്ള നടന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നതാണ്. ഈ പെരുങ്കൊള്ള നടന്നതിന് പുറകിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രം മാത്രമല്ല, മറിച്ച് വളരെ സുസംഘടിതമായും ആസൂത്രിതമായും നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പെരുങ്കൊള്ള നടന്നത് എന്നത് ഈ വിധിന്യായത്തിലെ 4-ാം പേജിലെ 8ാമത്തെ ഖണ്ഡികയിൽ കോടതി സംശയലേശമന്യേ പറഞ്ഞിരിക്കുന്നു. അതിങ്ങനെയാണ്: upon perusal of the materials, അതായത് രേഖകൾ പരിശോധന തുറന്ന്, we direct the SIT to thoroughly investigate the aspect of criminal conspiracy. രേഖകൾ പരിശോധിച്ചതിനെ തുടർന്ന് ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അന്വേഷണം നടത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആസ് ദ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് കമൻസിങ് ഇൻ 2019, അതായത് 2019 മുതൽ നടന്ന സംഭവ വികാസങ്ങളുടെ കണ്ണികൾ പരിശോധിക്കുമ്പോൾ ആൻഡ് ദ സബ്സിക്വൻറ്റ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് ദ ദ്വാരപാലകാസ് അപ്പിയർ ടു ബി, അതായത് 2019 ആരംഭിച്ച സംഭവ വികാസങ്ങളുടെ കണ്ണികളും പിന്നീട് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ ഒക്കെ തന്നെ കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളും അപ്പിയർ ടു ബി പാർട്ട് ഓഫ് എ ലാർജർ ആൻഡ് വെൽ ഓർക്കസ്ട്രേറ്റഡ് സ്കീം, ഇതെല്ലാം തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നടന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്താൻ ഞങ്ങൾ SITയോട് ആവശ്യപ്പെടുന്നു. അതായത് വി ഡയറക്ട് ദ SIT to thoroughly investigate the aspect of criminal conspiracy as the chain of events commencing in 2019 and the subsequent entrustment of the Dwarapalagas appear to be part of a larger and well orchestrated scheme. ഇതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അവരുടെ ഒക്ടോബർ 21-ലെ വിധിന്യായത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു നിരീക്ഷണം. എന്നിട്ട് ഈ ഗൂഢാലോചനയുമായി ഇത് ഗൂഢാലോചനയാണ് എന്ന് കാണിക്കുന്ന 9 കാരണങ്ങൾ, ഇത് ഒരു ക്രിമിനൽ കോൺസ്പിറസി ആണെന്ന് കാണിക്കുന്ന 9 കാരണങ്ങൾ കേരള ഹൈക്കോടതി തങ്ങളുടെ ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിന്യായത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നിരത്തുകയാണ്.
ആ കാരണങ്ങളാണ് നമ്മളിന്ന് ഇനി വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാൻ പോകും. അതിലൊന്ന് ആദ്യത്തത് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ മാനുവലിൽ അതിൻ്റെ 152-ാമത്തെ പേജിൽ പറയുന്നത് തിരുവാഭരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണെങ്കിൽ അത് ദേവസ്വം ബോർഡിൻ്റെ പ്രിമൈസസിനകത്ത് വെച്ച് അതിൻ്റെ കോമ്പൗണ്ടിനകത്ത് വെച്ച് നടത്തണം എന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ സബ് ഗ്രൂപ്പ് മാനുവലിൻ്റെ 152-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് വിരുദ്ധമായി ദ്വാരപാലക ശില്പങ്ങളും അതിൻ്റെ സൈഡ് ഫ്രെയിമുകളും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്തുകൊണ്ടാണ് കൊടുത്തത് എന്ന് ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതാണ് ഒന്നാമത്തെ അവരുടെ ക്രിമിനൽ ഗൂഢാലോചനയുടെ നിരീക്ഷണം. എന്തുകൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ ഈ കാര്യം മറികടന്നുകൊണ്ട് ദ്വാരപാലക ശില്പങ്ങളും അതിൻ്റെ സൈഡ് ഫ്രെയിമുകളും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് കൊടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 28/6/2019 ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ഓഫ് ദ്വാരപാലകാസും കോപ്പർ പ്ലേറ്റ്സും ശ്രീകോവിലിൻ്റെ തെക്ക് വടക്ക് മൂലകളിലുള്ള കോപ്പർ പ്ലേറ്റുകളും സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അനുവദിക്കണം എന്ന് പറഞ്ഞ് 28/6/2019 ഒരു കത്ത് എഴുതിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3/7/2019 ദേവസ്വം ബോർഡ് ഇതിന് അനുവാദം നൽകുന്നു. അത് അനുവാദം നൽകുമ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പു തകിടുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് അനുവാദം നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഈ ദ്വാരപാലക ശില്പങ്ങളിരിക്കുന്ന പീഠങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെമ്പു തകിടുകളും സ്വർണം പൂശാൻ വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് അതിന് അനുവാദം നൽകുന്നു. അത് സ്വർണം പൊതിഞ്ഞത് ചെമ്പ് തകിടുകൾ എന്നും പറഞ്ഞാണ് അനുവാദം നൽകുന്നത്. എന്നിട്ട് ഈ സാമഗ്രികൾ ഈ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും 2021 തിരിച്ചു കൊണ്ടിരുന്നു. ആ തിരിച്ചു കൊണ്ടുവരുമ്പോൾ തിരുവാഭരണം രജിസ്റ്ററിൽ ഇതിൻ്റെ എൻട്രികൾ നടത്തുന്നില്ല. അത് ആകസ്മികമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഗൂഢാലോചനയ്ക്ക് കാരണമായിട്ടുള്ള രണ്ടാമത്തെ കാരണമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയും. ഇനി മൂന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് എന്താ? 25/8/2025 ദേവസ്വം കമ്മീഷണർ ഒരു കത്ത് എഴുതുകയുണ്ടായി. അതിനുശേഷം നടന്ന ഓർഡറുകളിലെല്ലാം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ താഴ്ഭാഗങ്ങളിൽ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടായതായി കാണിക്കുന്നു. ദ്വാരപാലക അതായത് ദേവസ്വം കമ്മീഷണറും ദേവസ്വം സ്മിത്തും കൂടി ഈ ശില്പങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സ്വർണം അപ്രത്യക്ഷമായി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം സ്മിത്ത് ഇതിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ താഴ്ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടായി, സ്വർണത്തിൻ്റെ അംശം കുറഞ്ഞു. അത് സംബന്ധിച്ച് ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞ് കത്ത് നൽകുന്നു. ആ കത്ത് നൽകിയതിനെ തുടർന്ന് സുതാര്യമായിട്ടുള്ള ഒരു ടെൻഡർ നടപടിയിലൂടെയും വിദഗ്ധന്മാരെ കൺസൾട്ട് ചെയ്തും നേരത്തെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള വാറണ്ടിയുമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെയും, അതായത് ഈ കേടുപാടുകൾ ഉണ്ടായി എന്ന് കണ്ടതിനെ തുടർന്ന് ടെൻഡർ വിളിക്കാതെയും വിദഗ്ധന്മാരുമായി കൺസൾട്ട് ചെയ്യാതെയും നേരത്തെയുള്ള വാറണ്ടിയുടെ രേഖകൾ പരിശോധിക്കാതെയും ആ ദേവസ്വം ബോർഡ് എന്ത് ചെയ്തു? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നു. അതായത് ആദ്യം സ്വർണം പൂശിയപ്പോൾ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിഗണിക്കാതെ
ഈ ദ്വാരപാലക ശില്പങ്ങൾ പിന്നെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ദേവസ്വം ബോർഡ് നൽകുന്നു. അതാണ് മൂന്നാമത്തെ ഗൂഢാലോചനയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. നാലാമത്തെ ഗൂഢാലോചനയുടെ നാലാമത്തെ കാരണമായിട്ട് ഹൈക്കോടതി പറയുന്നത് എന്താണ്? അതായത് താഴമൺ കണ്ഠരര് മഹേശ്വരര് മോഹനരര് തന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു കത്ത്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളുമെല്ലാം എടുത്തു മാറ്റാം, പക്ഷേ അതെല്ലാം തന്നെ, അതായത് ഡോറ്, ലിൻഡല്, കമാനം, ലക്ഷ്മി രൂപം, ഇതെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അവിടുന്ന് എടുത്തു മാറ്റാമെങ്കിലും അത് സന്നിധാനത്തിനകത്ത് വെച്ച് തന്നെ ചെയ്യണം എന്നാണ് തന്ത്രി പറയുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി ഇത് പുറത്തേക്ക് കൊണ്ടുപോയി. അതാണ് ഗൂഢാലോചനയുടെ നാലാമത്തെ കാരണമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയും. അഞ്ചാമതായി ഹൈക്കോടതി പറയുന്നത് ഈ ശബരിമലയിലെ സോപാനം, ദ്വാരപാലക ശില്പങ്ങൾ, ശ്രീകോവില്, ഈ 3 ഗന്ധർവന്മാർ, അതിൻ്റെ സൈഡ് ബീഡിങ്, അതിൻ്റെ 5 കലശം, കന്നിമൂല ഭഗവതി, അതെല്ലാം തന്നെ 30 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ട് 98-99 അത് സ്വർണം പൂശിയതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വർണം പൂശിയല്ല, സ്വർണം പൊതിഞ്ഞതാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് അറിയാമായിരുന്നിട്ടും ഈ സ്വർണം പൂശിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെമ്പ് തകിടുകളാണ് എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് കൈമാറുകയാണ്. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകളൊന്നും കൃത്യമായി സൂക്ഷിച്ചില്ല. ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ തൂക്കമെടുത്തില്ല. എന്ന് മാത്രമല്ല, ഇത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഉദ്യോഗസ്ഥന്മാർ പോയുമില്ല. എന്ന് മാത്രമല്ല, അയാൾക്ക് ഇത് 1 മാസം അയാളുടെ കയ്യിൽ വെക്കാൻ അനുവദിച്ചു. അത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പൂജ ചെയ്യാൻ അനുവദിച്ചു. ആ പൂജ ചെയ്തതിനെ തുടർന്ന് വലിയ തുക ഡൊണേഷനായി വാങ്ങാനും അനുവദിച്ചു. എന്നിട്ട് കോടതി പറയുന്നത് ഇത് കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്ന് മാത്രമല്ല, അത് തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ തൂക്കമെടുത്തില്ല, അതിൻ്റെ മഹസരെടുത്തില്ല. അതുകൊണ്ട് തന്നെ കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവസ്വം ഉദ്യോഗസ്ഥർ, ഇൻക്ലൂഡിങ് ദോസ് ഇൻ ദ ഹയസ്റ്റ് ഹൈറാർക്കി, ബേഴ്സ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഇത് എവരി ദേവസ്വം ഓഫീസർ ഇൻക്ലൂഡിങ് ദോസ് ഇൻ ദ ഹയസ്റ്റ് ഹൈറാർക്കി ബേഴ്സ് റെസ്പോൺസിബിലിറ്റി. അതായത് ആ സ്വർണം ക്ലാഡ് ചെയ്തതിന് ശേഷം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഏതാണ്ട് 4 കിലോ സ്വർണം കയ്യിൽ വെച്ചു. അതിനുശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതാണ്ട് 109 ഗ്രാം അയാൾക്ക് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കിട്ടി. അതൊന്നും ബോർഡിലെ അധികൃതർ അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 4 കിലോ സ്വർണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ദേവസ്വം അധികൃതർ നടത്തിയില്ല. അതാണ് അഞ്ചാമത്തെ ഗൂഢാലോചനയായി ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്. ആറാമത്തെ ഗൂഢാലോചനയായിട്ട് കോടതി പറയുന്നത് എന്താ? 2024 ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നിട്ടും ഈ ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ ഉണ്ടായതായി ദേവസ്വം കമ്മീഷനും ദേവസ്വം സ്മിത്തും കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കുമ്പോൾ അതിന് 40 വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് ഓർത്തോണം. ഇതാണ് യഥാർത്ഥത്തിൽ 2025 ഈ ദ്വാരപാലക ശില്പങ്ങളൊക്കെ സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ 2025 ദേവസ്വം ഭരണാധികാരികളെയും ദേവസ്വം ഭരണാധികാരികളെയും അവരെ നിർബന്ധിതമാക്കിയത് എന്ന് കോടതി പറയുന്നു. അതായത് 2019 നടന്ന
ഈ സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2025 ഇത് സ്വർണം 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിട്ടും 6 വർഷങ്ങൾക്ക് ശേഷം ഇത് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിക്കാൻ 2025 ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത് എന്ന് കോടതി പറയുന്നു. അപ്പോൾ അതാണ് 6ാമത്തെ കാര്യമായിട്ട് പറയുന്നത്. ഇനി 7ാമത്തത് പറയുന്നത് എന്താ? 7ാമത്തെ പറയുന്നത് 2037-2025 ദേവസ്വം കമ്മീഷണർ ആദ്യം പറഞ്ഞത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് ഈ പണി സ്വർണം പൂശുന്നത് ചെയ്യാനുള്ള സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യമില്ലെന്നും അത് പരമ്പരാഗതമായിട്ടുള്ള നടപടികളിലൂടെ അത് ചെയ്യണം എന്നുമാണ് ദേവസ്വം കമ്മീഷണർ 37/2025 കത്തിൽ പറഞ്ഞത്. എന്നാൽ 7 ദിവസത്തിനുള്ളിൽ 8/8/2025 ആയപ്പോൾ ആ തീരുമാനം മാറ്റുകയും 21/8/2025 ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ത് ചെയ്യുന്നു? പ്രസിഡന്റിൻ്റെ 2025 പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കാര്യം സ്പോൺസറെ സ്വർണം പൂശാൻ ഏൽപ്പിക്കണം എന്നും പറയുന്നു. അതിനെ തുടർന്ന് 30/9/2025 ഈ ദ്വാരപാലക ശില്പങ്ങളും താങ്ങുപീഠങ്ങളും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുന്നു. അതാണ് 7ാമത്തെ ഗൂഢാലോചനയായി പറയുന്നത്. അതായത് 30/7/2025 എന്ത് പറയുന്നു? ദേവസ്വം കമ്മീഷണർ പറയുന്നു ഇത് പരമ്പരാഗത മാർഗങ്ങളിൽ കൂടി ചെയ്യണം, ഇത് ചെയ്യാനുള്ള സാങ്കേതിക പരിജ്ഞാനം സ്മാർട്ട് ക്രിയേഷൻസ് ഇല്ല എന്ന് പറയും. എന്നാൽ 8/8/2025 7 ദിവസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് പോറ്റിക്ക് തന്നെ കൊടുത്ത് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെയ്യണം എന്ന് പറയുന്നു. അതാണ് 7ാമത്തെ ഗൂഢാലോചനയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. ഇനി 8ാമത്തെ ഗൂഢാലോചനയായി ഹൈക്കോടതി പറയുന്നത് എന്താ? 2/10/2024 ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നു? വേറൊരു സെറ്റ് ദ്വാരപാലകർ ശില്പങ്ങൾ സ്ട്രോങ് റൂമിലുണ്ട്, അത് തനിക്ക് സ്വർണം പൂശാൻ വേണ്ടി തന്നാൽ അത് ചെലവ് കുറയ്ക്കും എന്ന് പറയുന്നു. ഇത് കാണിക്കുന്നത് എന്താ? ഇത് കാണിക്കുന്നത് 2019 നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കാനുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 2023 കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. എന്താണ്? ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നത് കോടതിയുടെ ഉത്തരവില്ലാതെ കഴിയില്ല എന്ന ഉത്തരവുണ്ടായിട്ടും ഇത് പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത് എന്താണ്? 8ാമത്തെ ഗൂഢാലോചനയായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഇനി 9ാമത്തെ പറയുന്നത് എന്താ? അതാണ് ഏറ്റവും നിർണായകം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ, അതിൻ്റെ സൈഡ് ഫ്രെയിമുകൾ, അതുമായി ബന്ധപ്പെട്ട് മാത്രം അന്വേഷണം ചുരുക്കരുത് എന്ന് ഞങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് പറയുന്നു. അതിന് പകരം ഈ സംഭവത്തിൻ്റെ വിശാലമായിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാര് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയും കൂടി അന്വേഷിക്കണം എന്ന് കോടതി പറയുന്നു. കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ഷാൽ എക്സ്റ്റെൻഡ് ടു അൺകവറിംഗ് ദ ലാർജർ കോൺസ്പിറസി, identifying the officials of the Travancore Devasam Board who may have colluded to conceal the misappropriation of gold from gold-cladded plates, and determining whether the entrustment of the Dwarapalagas in the year 2025 formed part of a broader scheme to suppress the pilferage that occurred in 2019. അതായത് 2009 നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടിയും അതിലൂടെ സ്വർണ്ണക്കൊള്ള നടത്തുന്നതിലും പങ്കെടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടുപിടിക്കുക എന്ന ഒരു ലക്ഷ്യവും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ഉത്തരവിടുന്നു. The SIT shall examine every facet of the matter. അതായത് ഈ വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിക്കണം. എന്തിന്? ടു അസർട്ടൈൻ ദ റോൾ ആൻഡ് കോംപ്ലിസിറ്റി
ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ, അവരുടെ പങ്ക് അതെന്തെങ്കിലും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് കണ്ടുപിടിക്കുന്നതിന് ഫ്രം ദ ഹയസ്റ്റ് എഷലൻസ് ഡൗൺവേർഡ്സ്. ഫ്രം ദ ഹയസ്റ്റ് എഷലൻസ് ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഭരണ നേതൃത്വം മുതൽ താഴെത്തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പങ്ക്, അവരുടെ ഇടപെടൽ എല്ലാം അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെടുകയാണ്. അതെന്നിട്ട് പറയുകയാണ്, സെക്ഷൻ 155(2) പറയുന്ന തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ബോർഡിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഉത്തരവാദിത്തം പറയുന്നത് എന്താണ്? One of the statutory obligations of the board is to exercise effective supervision and control over its administrative officials and employees. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ബോർഡിന് നിയന്ത്രണമുണ്ട് എന്നുള്ളത് ഈ തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ടിലെ സെക്ഷൻ 154(2) പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ the highest officials of the board cannot absolve themselves of responsibility or shift the blame into subordinate officials. അതുകൊണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നത അധികാരികൾക്ക് ഈ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാരിലേക്ക് വെച്ചാരി രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഫോർ ഈച്ച് ഓഫ് ദം ബോർ എ കളക്റ്റീവ് ഡ്യൂട്ടി, അവർക്കെല്ലാവർക്കും ഒരു സംയുക്തമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്തിന്? ടു എൻഷുർ ദാറ്റ് ദി സീക്രട്ട് വാല്യൂബിൾസ് ഓഫ് ദ ഡൈറ്റി വെർ നൈദർ പിൽഫേർഡ് ഓർ വേസ്റ്റഡ്. അതായത് ഭഗവാന്റെ അമൂല്യമായിട്ടുള്ള തിരുവാഭരണങ്ങൾ കൊള്ളയടിക്കപ്പെടില്ല എന്നുറപ്പാക്കാനുള്ള സംയുക്തമായിട്ടുള്ള ഉത്തരവാദിത്വം ബോർഡിലെ ഉന്നത നേതൃത്വത്തിനുണ്ട്. അത് താഴത്തെ ഉദ്യോഗസ്ഥന്മാരിൽ ചാരി രക്ഷപ്പെടാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ഈ ഉത്തരവിലൂടെ കോടതി എന്താ ചെയ്തിരിക്കുന്നത്? ഇതിൽ നടന്നിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഗൂഢാലോചനയെക്കുറിച്ചും ആ ഗൂഢാലോചനയിൽ ദേവസ്വം ബോർഡിലെ ഭരണാധികാരികൾക്കുള്ള പങ്കിനെക്കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബോർഡിലെ CPMന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഭരണാധികാരികൾ, പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ, N. വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ, SP പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ, അവരെല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ വരും എന്നുള്ള കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ ഉത്തരവിലൂടെ ഇന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്.